കേരള സഭയിൽ വളരെ ശ്രദ്ധേയമായ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷയുടെ വർഷങ്ങൾ നീണ്ടുനിന്ന ശുശ്രൂഷയുടെ കാലഘട്ടം പിന്നിട്ട് 77ാമത്തെ വയസ്സിൽ സ്വർഗസമ്മാനത്തിന് യാത്രയായിരിക്കുന്ന സ്നേഹമുള്ള മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ്റെ സ്മരണയുടെ മുമ്പിൽ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പോട്ട ദൈവവചന ശുശ്രൂഷ 1984 പോട്ടയിൽ ആരംഭിക്കുന്ന കാലം മുതൽ ഏതാനും വർഷങ്ങൾ പനച്ചിക്കൽ അച്ഛൻ പോട്ട ആശ്രമത്തിലെ അംഗമായിരുന്നു. ശുശ്രൂഷയുടെ ഓരോ പ്രതിസന്ധികളിൽ നേതൃത്വ സഹായവും ഉപദേശവും ഒക്കെ നൽകാൻ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അദ്ദേഹം ഒരാഴ്ചത്തേക്ക് എവിടെയോ പോയി മറന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കുളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൽ പോയി ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. പിന്നീട് ഒരു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ 77 വയസ്സ് വരെ നീണ്ടുപോയ ഒരു മഹോന്നതമായ ശുശ്രൂഷയുടെ കാലഘട്ടമാണ് കടന്നു പോകുന്നത്. യേശു ഏകരക്ഷകൻ, യേശു ലോകരക്ഷകൻ, യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏകപുത്രൻ, യാതൊരു ഭയവും കൂടാതെ നാനാജാതി മതസ്ഥരുടെ മുമ്പിൽ, നേതാക്കന്മാരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എല്ലാവർക്കും ഒരു വലിയ പ്രോത്സാഹന സന്തോഷകരമായ കാര്യമാണ്. ഗാന ശുശ്രൂഷ, വചന ശുശ്രൂഷ, വചന പ്രഘോഷണം, അതുപോലെ തന്നെ നാടകം, സിനിമ, ഈ മേഖലകളിലൂടെയെല്ലാം യേശുവിനെ കൊടുക്കാനായിട്ട് അദ്ദേഹം ഒരു നേതൃത്വവും നായകത്വവും എല്ലാം നൽകി കേരള സഭയെ അനുഗ്രഹിച്ചു എന്ന് പറയുവാൻ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം രോഗിയായ ശേഷം ഏതാനും പ്രാവശ്യം ഫോണിൽ കൂടെ സംസാരിക്കുവാനും, ഒരു പ്രാവശ്യം അങ്കമാലി പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നേരിട്ട് കണ്ട് സംസാരിക്കുവാനും എനിക്ക് അവസരം കിട്ടി. മരണഭയമില്ലാതെ മരണത്തെ നേരിടുവാൻ കൃപ കിട്ടിയ ഒരു വ്യക്തി. ക്യാൻസറിൻ്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി കീമോതെറാപ്പിയൊന്നും വേണ്ട, ഒരുപക്ഷേ ഏതെങ്കിലും ചെറിയ ചികിത്സയൊക്കെ മതി എന്ന് പറഞ്ഞ് മരണത്തെ ശാന്തമായി നേരിടുവാനും മറ്റുള്ളവർക്കൂടെ ധൈര്യം പകർന്നു കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും പ്രോത്സാഹനകരമാണ്. മരണത്തെ നേരിടുന്നവർക്ക് പ്രോത്സാഹനകരമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം നിത്യജീവൻ ആണല്ലോ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നു, മറ്റുള്ളവരെ ഒരുക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പനച്ചിക്കൽ അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ, അല്ലെങ്കിൽ മരണ വിയോഗത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹനകരമായൊരു സന്ദേശം നൽകുവാനുള്ളത്. നമുക്ക് ഭയപ്പെടേണ്ട, നമ്മുടെ കർത്താവ്, നമ്മുടെ നല്ല ദൈവം നമുക്ക് സ്വർഗസമ്മാനം നൽകി അനുഗ്രഹിക്കാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിൽ, പ്രേക്ഷിത ശുശ്രൂഷ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പനച്ചിക്കൽ അച്ഛൻ ഒരു മാതൃകയാകട്ടെ, നേതൃത്വം നൽകട്ടെ. വചനോത്സവം മാസികയുടെ തുടക്കക്കാരൻ എന്ന നിലയിലും, അതിൽ പോപ്പുലർ മിഷൻ മാസികയായിരുന്ന കാലത്ത് 3000 കോപ്പി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വചനോത്സവമാക്കി സാക്ഷ്യത്തോടുകൂടിയുള്ള ലേഖനവും സാക്ഷ്യങ്ങളും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വെറും 3000 ആയിരുന്ന സ്ഥാനത്ത് 8 ലക്ഷത്തോളം കോപ്പിയാക്കി ദൈവം ഉയർത്തിയ വചനോത്സവത്തിൻ്റെ പ്രാരംഭ ആദ്യകാല എഡിറ്ററും നേതൃത്വം കൊടുത്തയാളുമാണ് നമ്മുടെ പനച്ചിക്കൽ അച്ഛൻ. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് വചനപ്രഘോഷണത്തിന് അമേരിക്കയിൽ പോവുകയും അതിനുശേഷം പോയ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ചിക്കാഗോയിലും മറ്റു സ്ഥലങ്ങളിലും വചനപ്രഘോഷണം വഴിയൊരുക്കുകയും ചെയ്തു അദ്ദേഹം. എല്ലാത്തിനും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നല്ലവനായ ദൈവം ഈ മകനെ വിൻസെൻഷൻ കോൺഗ്രിഗേഷനിലേക്കും
ഈ പ്രേക്ഷിത ശുശ്രൂഷയിലേക്കും അഭിഷേകം ചെയ്ത് ഉയർത്തിയതിന് നന്ദി പറയാം. കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും വളരെ സ്നേഹത്തോടെ അനുശോചനം അർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ